ഈ രാവിലത്തെ ആത്മീയയോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. आज की सुबह इस आत्मिक सभा में जुड़े सभी भाई बहनों को और पासवानों को मैं स्वागत करता हूँ। നമുക്കൊരു പ്രാവശ്യം കൂടെ ഒരുമിച്ചായിരിക്കാൻ സർവ്വകൃപാലും അധികം അവസരം നൽകിയല്ലോ. परमेश्वर ने एक और ये सुंदर अवसर दिया कि हम सब एक साथ मिलकर इस सभा में जुड़े। രാവിലെ പ്രാർത്ഥിക്കുവാനും പാടുവാനും എല്ലാം ദൈവം അവസരം നൽകുന്നു. भोर के समय उठकर उस परमेश्वर की स्तुति गान करने के लिए परमेश्वर ने हमें सहायता किया। മനോഹരമായ ഗീതങ്ങൾ പാടുന്ന ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. बहुत ही अच्छे गीत गाकर हम परमेश्वर की स्तुति कर रहे थे। വിശ്വാസ ജീവിതത്തിന്റെ പടകിൽ നമ്മുടെ യാത്രയിൽ കൂടെയുള്ള കർത്താവ്. विश्वास की जो यात्रा में परमेश्वर हमारे साथ रहता है, हम उसके बारे में सुन रहे थे। ഹല്ലേലൂയ. हालेलुया। ഇത് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें सहायता करे। വളരെ സന്തോഷം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവസന്നിധിയിൽ. बड़ी आनंद के साथ हम परमेश्वर के सामने बैठे। പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മോട് സംസാരിക്കും. पवित्र आत्मा आज हमसे बात करने जा रहा है। നിരന്തരമായി നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ സന്തോഷത്തിന്റെ പ്രധാന കാരണം. ദൈവം നമ്മോട് സംസാരിക്കും. हर समय निरंतर हमसे बात करने वाला एक परमेश्वर हमारे साथ है, हमारे पास रहता है, यही हमारे आनंद का विषय है। വളരെ സന്തോഷത്തോടെ നാം ആയിരിക്കുന്നല്ലോ. बड़े ही आनंद के साथ हम लोग हैं अभी। ഞങ്ങളും റായ്ബറേലിയിൽ ഉത്തർപ്രദേശിൽ ക്ഷേമത്തോടെ ആയിരിക്കുന്നു. अभी हम भी यहाँ रायबरेली उत्तर प्रदेश में बहुत ही अच्छे से हैं। കർത്താവ് ക്ഷേമത്തോടെ ഞങ്ങളെ നടത്തുന്നു. परमेश्वर में अच्छे से चला रहा है। കർത്താവിന് വേല ധൈര്യമായി ചെയ്യാൻ കൃപ തരുന്നു. परमेश्वर की सेवा करने के लिए धैर्य के साथ हम सेवा करने के लिए परमेश्वर सहायता ഞങ്ങൾ करें। ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. हमारे लिए प्रार्थना करने वाले सभी जनों के लिए हम धन्यवाद करते ഈ ആത്മീയത്തിലായിരിക്കുന്ന വിശുദ്ധന്മാർ, ദാസന്മാർ, പിതാക്കന്മാർ എല്ലാവർക്കും നമ്മുടെ സ്നേഹവും വന്ദനം അറിയിക്കട്ടെ. हैं। इस सभा में जुड़े सभी पासवानों को और बुजुर्गों को मैं धन्यवाद करता हूँ। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കും കർത്താവ് അവസരം നൽകിയല്ലോ. परमेश्वर हमें एक साथ रखा, परमेश्वर को धन्यवाद करें। ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദാംശം വായിക്കാം. आज के वचन के लिए हम एक वचन पढ़ेंगे। അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം प्रेरितों के काम 2-ാം അധ്യായത്തിന്റെ उसका दूसरा अध्याय 37-ാമത്തെ വാക്യം ഇന്ന് രാവിലെ നമുക്ക് അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. दूसरा अध्याय उसकी 37वीं आयत हम मिलकर पढ़ेंगे। Chapter 2 verse 37. दूसरा अध्याय उसका 37वीं आयत। ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. तब सुनने वालों के हृदय छिद गए और वे पतरस और शेष प्रेरितों से पूछने लगे, हे भाइयों, हम क्या करें? നമുക്കറിയാം, ഈ നടന്ന സംഭവങ്ങളെല്ലാം പെന്തക്കോസ്ത് ദിനത്തിൽ യെരുശലേമിൽ നടന്ന കാര്യങ്ങളാണ്. हम सब जानते हैं कि ये सभी घटनाएं जो घटित हुई थी वो पेंतकोस्त के दिन के करीब घटी थी। കർത്താവിന്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തമായി വന്നിറങ്ങുന്നു. परमेश्वर ने अपने पवित्र आत्मा को चेलों के ऊपर उंडेल दिया था। നാം വായിക്കുന്നു, അവർ ആത്മാവിൽ നിറഞ്ഞു അന്യ ഭാഷകൾ സംസാരിച്ചു. हम जैसा पढ़ते हैं वे आत्मा भर के अन्य भाषा में बात करने लगे। യെരുശലേമിലായിരുന്ന ശിഷ്യന്മാരും 120 പേരടങ്ങുന്ന ദൈവസഭയും വളരെ ആനന്ദത്തോടെ ആ ദിവസങ്ങളിലായിരുന്നു. यरूशलेम की जो कलीसिया थी, वहाँ के जो विश्वासी थे, वहाँ के जो चेले थे, सब 120 लोग बड़े आनंद के साथ वहाँ पे उसको उन्होंने महसूस किया। യെരുശലേമിൽ യഹൂദ ഉത്സവം ആചരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ജെറുസലേമിൽ തിങ്ങിപ്പാർക്കുന്നു. वो यरूशलेम में उस समय पर्व को मनाने लाखों यहूदी आए हुए थे। അങ്ങനെ അവരുടെ ഉത്സവം ആഘോഷിക്കുന്ന മധ്യയാണ് ഈ പെന്തക്കോസ്തിന്റെ അനുഭവങ്ങൾ അവർ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. तो ये जो पेंतकोस्त का दिन था, उसी पर्व के करीब था और इन सभी ने इस पर्व को पेंतकोस्त के उस आत्मा को उतरते हुए देखा। ലോകമെമ്പാടും പാർക്കുന്ന യഹൂദന്മാർ വർഷത്തിൽ ഒരു പ്രാവശ്യം ജെറുസലേമിൽ വരിക പതിവായിരുന്നു. दुनिया के अलग अलग कोनों में जो यहूदी लोग होते हैं, वो वर्ष में एक बार इस पर्व को मनाने यरूशलेम आते हैं। അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ജനസമൂഹ മധ്യയാണ് പത്രോസ് വചനത്തിലൂടെ ശിഷ്യന്മാരുമായി തന്റെ സഹോദരന്മാരുമായിട്ട് സംസാരിക്കുന്നത്. इसी तरह यरूशलेम में पूरी भीड़ के मध्य में खड़े होकर पतरस और उसके साथी मिलकर प्रचार कर रहे हैं। ആദ്യത്തെ സുവിശേഷ പ്രസംഗം, पहला सुसमाचार का जो प्रचार था, കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ശക്തമായ ഒരു സന്ദേശം. तो वो यीशु मसीह के पुनरुत्थान के बारे में उसने प्रचार किया था। നമുക്കറിയാം, ആ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു എന്ന് വേദപുസ്തകം സാക്ഷ്യം പറയുന്നു. हम सब जानते हैं, बाइबल भी गवाह है कि उसी एक प्रचार में 3000 लोग उस दिन परमेश्वर को जान लिए। അങ്ങനെ ആ വചനം കേട്ടവരുടെ പ്രതികരണമാണ് നാം ഇപ്പോൾ വായിച്ച 37-ാമത്തെ വാക്യം. तो जो 3000 लोग हैं जो
उनके विश्वास करने के बाद उनका प्रतिक्रिया को हम यहाँ पढ़ते हैं। ദൈവദാസന്മാരെ വിശുദ്ധന്മാരെ സുവിശേഷം നമ്മൾ വിളിച്ചതിനായി സ്വത്രം പറയാം. परमेश्वर को धन्यवाद करें प्रियो कि परमेश्वर ने हमें चुना इस सेवा के लिए। ഈ സന്ദേശത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് നമുക്ക് 2025 അവസരം തരുമല്ലോ. इस संदेश का गवाह बनने के 2025 में परमेश्वर हमारी सहायता कर रहा है। ഇത് നമ്മുടെ വലിയ ഭാഗ്യമാണ് ഈ ജീവനുള്ള സന്ദേശം പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത് എന്നുള്ളത്. ये हमारा सौभाग्य है कि हम जीवन से भरपूर इस वचन का प्रचार करते हैं। ആമേൻ. ഈ സന്ദേശം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ. ये जो परमेश्वर ने जो संदेश हमारे हाथ में दिया, രാത്രിയിലും പകലിലും നാം ഇത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. रात हो या दिन हो, हम हर समय इसका प्रचार करें। നമ്മുടെ ഉത്തരവാദിത്തമാണ്. ये हमारी जिम्मेदारी है। ആമേൻ. ഹല്ലേലൂയ. हालेलुया। യെരൂശലേമിലെ ശിഷ്യന്മാരുടെ ആദ്യ പ്രസംഗം, यरूशलेम में चेलों का पहला प्रचार, ആദ്യ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുന്നു. पहली प्रचार में 3000 लोग परमेश्वर को जान गए। നമുക്കറിയാം അതിന്റെ 14ാമത്തെ വാക്യം മുതൽ, 2-ാം അധ്യായത്തിന്റെ 14ാമത്തെ വാക്യം മുതൽ 36ാമത്തെ വാക്യം വരെ പത്രോസും ശിഷ്യന്മാരും സംസാരിക്കുന്നതായി നാം കാണുന്നു. यहाँ पे जो 14वें आयत से लेके यहाँ तक नीचे से भी आयतों में हम देख सकते हैं कि पतरस और चेले बात कर रहे हैं। നമുക്കറിയാം കർത്താവിന്റെ വരവും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളും മരണവും പുനരുദ്ധാനവുമായിരുന്നു പത്രോസിന്റെ പ്രസംഗ വിഷയം. पतरस का जो विषय था प्रचार का, वो परमेश्वर की दूसरे यीशु मसीह के दूसरे आगमन में और उसका पुनरुत्थान के बारे में था। നമ്മെ നാം വായിക്കുന്നു, മരണത്തിന് ശേഷം ഒരു പുനരുദ്ധാനം ഉണ്ടായി എന്നുള്ള സത്യം പത്രോസ് വിളിച്ചു പറയുക. पतरस खड़े होकर प्रचार कर रहा है, ये घोषणा कर रहा है कि मरने के बाद भी यीशु मसीह पुनरुत्थान होके जीवित होके वापस गया। നമ്മുടെ സന്ദേശം സുവിശേഷത്തിന്റെ കാതലായ വിഷയമാണ് കർത്താവിന്റെ പുനരുദ്ധാനം. हमारा जो संदेश है इसका मुख्य विषय ये है कि यीशु मसीह का पुनरुत्थान। സുവിശേഷത്തിൽ ഒരു പുനരുദ്ധാനത്തിന്റെ ഭാഗമുണ്ട് എന്നുള്ളതാണ് ഈ സന്ദേശത്തിന് ജീവൻ പകരുന്നത്. ये जो सुसमाचार में एक पुनरुत्थान नामक एक चीज है, ये इस प्रचार को ये दर्शाती है। ലോകത്തിലെ മറ്റു പല കഥകളും മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ മരണത്തിന് ശേഷം ആമേ ജീവിച്ചെഴുന്നേറ്റ യേശുക്രിസ്തുവിന് ജീവനുള്ള സന്ദേശമാണ് സുവിശേഷം. अलग अलग जो दुनिया में संसार में जो कथाएं हैं मरने के बाद खत्म हो जाती है, लेकिन एक जीवन वाला संदेश यहाँ पे पतरस खड़े होकर प्रचार कर रहा ഈ है। സന്ദേശമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശമാക്കി മാറ്റിയത്. കാരണം യേശു ജീവിച്ചെഴുന്നേറ്റു. यही संदेश ने पूरी दुनिया को बिल्कुल अचंभित कर दिया था, चकित कर दिया था, क्योंकि यीशु मसीह जीवित है। നമുക്കറിയാം ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരുടെ പ്രസംഗ വിഷയം തന്നെയായിരുന്നു യേശു പുനരുദ്ധാനം പ്രാപിച്ചു. हम सब जानते हैं कि पहले शताब्दी के जो प्रचार करने वाले प्रचारक थे, उनका मुख्य विषय था कि यीशु मसीह जीवित है। അപ്പോൾ മരണത്തിന് ശേഷം ഒരു പുനരുദ്ധാനമുണ്ടെന്നുള്ള സന്ദേശം ജനത്തെ ആമേ മാനസാന്തരത്തിലേക്ക് നയിച്ചു. समाज को ये संसार को प्रचार कर रहे हैं, घोषणा कर रहे हैं कि मरने के बाद भी एक पुनरुत्थान है। ആമേൻ. അപ്പോൾ നാം ചിന്തിക്കുന്ന പ്രധാന വിഷയം ഇതാണ്, സുവിശേഷത്തിന്റെ പ്രാധാന്യം മരണം കൊണ്ട് അവസാനിക്കാതെ ജീവനിലേക്ക് നടന്നു കയറിയ കർത്താവിന്റെ സന്ദേശമാണ് ആമേ ഗുഡ് ന്യൂസ് എന്ന സുവിശേഷം, ഗോസ്പൽ. जो प्रचार है ये ना केवल यीशु मसीह जब तक जीवित था तब की बातों के बारे में है, बल्कि जो प्रचार पतरस ने किया वो मरने के बाद जो जी उठा यीशु मसीह है उसके बारे में प्रचार किया। അപ്പോൾ കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തെ കുറിച്ച് ശക്തമായി വിശദീകരിച്ചൊരു പ്രസംഗം, ആദ്യത്തെ സുവിശേഷ പ്രസംഗം നടത്തിയ പത്രോസിന്റെ ശബ്ദം കേട്ട ജനത്തിന്റെ പ്രതികരണമാണ് 37ാമത്തെ വാക്യം നാം ഇപ്പോൾ വായിച്ചത് കുറിവാക്യമായി. 37वीं आयत हमने जब पढ़ी है, ये एक प्रतिक्रिया है उस भीड़ का जिन्होंने पतरस का वो प्रचार सुना, जिसमें पतरस खड़े होकर ये कहता है, पूरा एकदम उसको खोलकर कहता है कि यीशु मसीह का कैसे पुनरुत्थान हुआ। സുവിശേഷത്തിന്റെ സന്ദേശത്തിന് ശേഷം ആമേ ജനം പ്രതികരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിന് ജീവൻ ഉണ്ടെന്നുള്ളതിന്റെ ആമേ തെളിവ്. एक सबूत के तौर पे देख सकते हैं कि सुसमाचार सुनने के बाद भीड़ में एक प्रतिक्रिया आई, उन्होंने प्रतिक्रिया दिखाई, ये दर्शाता है कि सुसमाचार जीवित है। നാം വായിക്കുന്നു, ഇത് കേട്ടിട്ടെന്ന് വായിക്കുന്നു 37ാമത്തെ വാക്യം. ഇത് കേട്ടിട്ട് 37वीं आयत में लिखा है, तब सुनने वालों के। ഇത് കേട്ടിട്ട്, ये सुनने के बाद उनका क्या प्रतिक्रिया था? സുവിശേഷം കേട്ടവർ, जिन्होंने सुसमाचार पतरस के द्वारा दिया था, അവർ പ്രതികരിക്കുകയാണ് സുവിശേഷ അനുകൂലമായിട്ട്. वो प्रतिक्रिया कर रहे हैं, वो दिखा रहे हैं, दर्शा रहे हैं। ഈ സന്ദേശത്തിന് അനുകൂലമായി പ്രതികരിപ്പാതെ നമ്മളെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ അവസരം നൽകിയല്ലോ. ഹല്ലേലൂയ.
ആമേൻ ഈ സന്ദേശത്തിന് അനുകൂലമായി പ്രതികരിക്കുവാൻ इस वचन के साथ ताल से ताल मिलकर हम प्रियो इसका प्रतिक्रिया करते हैं, इसलिए परमेश्वर को धन्यवाद करें। വായിക്കുന്നു, അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ऐसा लिखा है कि उनके उनके हृदयों में वो छिद गए। ആമേൻ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും. यहाँ पे लिखा है सुनने वालों के हृदय छिद गए और वे पतरस और प्रेरितों से पूछने लगे, हे भाइयों हम क्या करें? സുവിശേഷം ഹൃദയത്തെ തൊടുന്ന സന്ദേശമാണ്. हम इस बात को समझें कि सुसमाचार जो है वो हृदय को छेदने वाला एक യെസ്, संदेश है। ഹൃദയത്തിന് പരിവർത്തനം നൽകുന്ന സന്ദേശമാണ് സുവിശേഷം. ये सुसमाचार है, ये हृदय को परिवर्तन करने वाला एक संदेश है। ഹൃദയം എന്ന ആ പ്രയോഗത്തിന്റെ ഗ്രീക്ക് ഭാഷയിൽ കാർഡിയ എന്ന ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ये हृदय जो शब्द है, इस शब्द को ग्रीक भाषा में कार्डिया नाम से लिखा गया। പുതിയ നിയമത്തിൽ കാർഡിയ എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ എന്നുള്ളതിനെ കാണിക്കുന്നതാണ് കാർഡിയ എന്ന വാക്കിന്. जो नए नियम में जो हम देख सकते हैं कार्डिया शब्द को उन्होंने इस्तेमाल किया है इच्छाओं में, आकांक्षाओं में और निर्णयों में उन्होंने इस्तेमाल किया है कार्डिया शब्द को। ജീവനുള്ള സന്ദേശം ആമേൻ ഉചിതമായ തീരുമാനമെടുക്കുവാൻ ജനത്തെ പ്രേരിപ്പിക്കുന്നു. जो जीवन से भरपूर जो संदेश है वो उनके हृदय में छिद गया और उन्होंने बहुत बड़ा निर्णय ले लिया। വായിക്കുന്നു, അവർ അപ്പോസ്തലന്മാരോട് ഇങ്ങനെ പറയുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. तब उन्होंने पतरस और प्रेरितों से पूछने लगे, हे भाइयों हम क्या करें? നമ്മൾ ആ ഭാഗത്ത് നിന്ന് അല്പം ചിന്തിപ്പാൻ ആഗ്രഹിക്കുക. अभी हम यहाँ से कुछ चीजों को सीखने जा रहे हैं। കേൾവിക്കാരായ യഹൂദന്മാർ പറയുന്നു, യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന ശക്തരായ ധാർമ്മിക ബോധമുള്ള വിശ്വാസമുള്ള മോശയുടെ ന്യായപ്രമാണത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഭക്തരായ യഹൂദന്മാരാണ് യെരൂശലേമിൽ കൂടി വന്നത്. जो ये अभी सुनने वालों के बारे में जब समझेंगे तो हम देख सकते हैं जो यहूदी जो लोग हैं वो वहाँ पे बहुमत में यहूदी लोग हैं, क्योंकि वहाँ पर्व के समय वे सब बड़े ही धार्मिक तौर से बड़े ही श्रद्धा के साथ वहाँ पे आए हुए हैं। അവരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം യഹൂദന്മാർ അവർക്ക് എല്ലാം അറിയാവുന്നവരാണ്. वहाँ पे हम इतिहास पढ़ते हैं कि यहूदी लोगों को सब कुछ पता है। ഇന്നും ലോകത്തിൽ നമുക്കറിയാം യഹൂദന്മാരെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അറിയാത്ത മേഖലകൾ ചുരുക്കമാണ്. अगर आज के हम समय में देखें तो इजरायली जो यहूदी लोग हैं उनको ऐसी कोई जगह नहीं, ऐसी कोई चीज नहीं उन्हें पता ना हो। ബുദ്ധിമണ്ഡലങ്ങളിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ കണ്ടുപിടുത്ത മേഖലയിലെല്ലാം ഏറ്റവും മുമ്പിൽ ലോകത്തിന്റെ ഏറ്റവും നിറയെ നിൽക്കുന്ന ആളുകളാണ് യഹൂദന്മാർ. अलग अलग खोजों में, अलग अलग पढ़ाई के अलग अलग खोजों में हम ये देख सकते हैं यहूदी लोग सबसे श्रेष्ठ लोग हैं। ആമേൻ. അക്കാലത്തും ബുദ്ധിമാന്മാരായ യഹൂദന്മാരായിരുന്നു യെരൂശലേമിൽ കൂടി വന്നിരുന്നത്. उस समय भी यहूदी जो लोग आए थे यरूशलेम में वो भी बड़े बुद्धिमान और ज्ञानी लोग थे। സാമ്പത്തിക വിഷയത്തിലും യഹൂദന്മാർ പുറകിലല്ലായിരുന്നു. जो हम देख सकते हैं आर्थिक तौर से देखें तो, संपत्ति के तौर से देखें तो वो कोई पीछे नहीं थे। അവരുടെ ശാരീരിക രീതി പഠിച്ചാൽ ആരോഗ്യമുള്ള കൂട്ടരായിരുന്നു യഹൂദന്മാർ. हम अगर इतिहास पढ़ते हैं तो वो शारीरिक तौर से भी कोई कमजोर लोग नहीं थे। സമൂഹത്തിലെ കുറിച്ച് നല്ല ശക്തമായ മജബൂത്തായ ബലമുള്ള ആരോഗ്യമുള്ള സമൂഹമായിരുന്നു യഹൂദന്മാരുടേത്. अगर सामाजिक तौर से देखें तो यहूदी जो लोग थे वो बड़े ही समाज में उच्च श्रेष्ठ एक पद रखने वाले लोग थे यहूदी लोग। അപ്പോൾ യെരൂശലേമിൽ കൂടി വന്നവർ ആരും ബലഹീനരല്ലായിരുന്നു. तो हम कुल मिला के कह सकते हैं कि यरूशलेम में जो यहूदी लोग आए थे वो कमजोर लोग नहीं थे। ബുദ്ധിമാന്മാരും ബലമുള്ളവരും ആരോഗ്യമുള്ളവരും സാമ്പത്തിക രീതിയിൽ ഭദ്രതയുള്ളവരുമായ ആളുകൾ യെരൂശലേമിൽ കൂടി വന്നപ്പോൾ അവർ സുവിശേഷം കേട്ടപ്പോൾ അവരുടെ ചോദ്യം കണ്ടോ, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? यरूशलेम में ये जो यहूदी लोग आए हुए हैं सब बड़े ही शारीरिक तौर से तंदुरुस्त हैं, चुस्त हैं, पुस्त हैं और वो बड़े ही ज्ञानी हैं और बुद्धिमान हैं, लेकिन यहाँ देख सकते हैं सुसमाचार सुनने के बाद वो कहते हैं कि हे भाइयों हम क्या करें। പത്രോസിന്റെ വാക്കുകൾക്ക് ശേഷം അവരുടെ ഭാഷ മാറിയെന്ന് നമുക്ക് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം. हम इस अध्याय जब पढ़ते हैं तो हम देख सकते हैं पतरस के प्रचार के बाद उनकी भाषा बदल गई। നമുക്കറിയാം അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാൽ 12-13 വാക്യങ്ങളിൽ അവർ പറയുന്നു, കേൾവിക്കാരെ ആളുകൾ പത്രോസിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും 120 പേരെ കുറിച്ചും പറയുന്ന അവരുടെ ഭാഷ ശ്രദ്ധിച്ചോ, ഇവർ വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു പരിഹസിച്ച കൂട്ടരാണ്, പരിഹാസത്തോടെ ആരംഭിച്ച ആളുകളാണ്. आमेन കൂടി വന്നിരുന്ന ആളുകൾ. प्रचार से पहले हम देख सकते हैं 12वें और 13वें आयत में देख सकते हैं जब वो चेले जब आत्मा भर गए थे तो वे ऐसे वो अनुमान लगा रहे थे कि सब नशे में है। देखिए ശ്രദ്ധിക്കണമേ, അപ്പോൾ അവരുടെ ഭാഷ അവർ കളിയാക്കുന്ന പരിഹസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അല്ലെ ഇവർ, നിങ്ങൾ വായിക്കുന്നു ഇവർ പുതുവീഞ്ഞു കുടിച്ചവർ. ആമേ എന്ന് പറഞ്ഞാൽ
മുമ്പിൽ നിൽക്കുന്ന ദൈവസഭയ്ക്ക് വിരോധമായി വിരൽ ചൂണ്ടി സംസാരിക്കുന്നവരായിരുന്നു ഈ സന്ദേശം കേൾക്കുന്ന തൊട്ടു മുമ്പ് ഈ കേൾവിക്കാരായ യഹൂദന്മാർ. यहाँ पे देख सकते हैं प्रचार से पहले जो 12वीं और 13वीं आयत में हम देख सकते हैं कि ये मजाक उड़ा रहे थे, बड़ी ठट्टा कर रहे थे, वो उंगली उठा रहे थे कि ये सब क्या हो रहा है। വളരെ ശ്രദ്ധയോടെ ഇന്ന് രാവിലെ സന്ദേശം ശ്രദ്ധിക്കണമേ. आज सुबह बड़े ध्यान से संदेश को सुने। യഹൂദന്മാർ കേൾവിക്കാർ പറയുന്നു, നിങ്ങൾ പുതുവീഞ്ഞു കുടിച്ചവർ. वो जो यहूदी जो प्रचार सुनने से पहले कह रहे थे कि तुम सब नशे में हो। അവർ പരിഹസിക്കുന്ന കൂട്ടരായിരുന്നു ആര്? കേൾവിക്കാരായ യഹൂദന്മാർ. मजाक उड़ाने वाले लोग थे। ദൈവസഭയോട് വലിയ അകൽച്ചയിൽ എന്ന് പറഞ്ഞാൽ തമ്മിൽ ഒരിക്കലും ചേരുവാൻ കഴിയാതെ, ഞങ്ങൾ വിശുദ്ധർ, നിങ്ങൾ പുതുവീഞ്ഞു കുടിച്ചവർ, ഞങ്ങൾക്ക് കുറവില്ലാത്തവർ, നിങ്ങൾക്ക് കുറവുള്ളവർ എന്നുള്ള ആ ഭാവത്തോടെ പരിഹാസകരം സംസാരിച്ച കേൾവിക്കാരായ യഹൂദന്മാർ. सुनने वाले यहूदी थे वो बड़े ही अलग अलग किस्म के लोग थे। वे बड़े ही दूरी बनाए रखते थे कलीसिया से। वो मजाक उड़ाते थे कि हमारे पास संपत्ति है, हम लोग एकदम तंदुरुस्त हैं और तुम में कमियां हैं, ये कहकर मजाक उड़ाने वाले लोग थे। 12-13 വാക്യത്തിൽ പരിഹസിച്ച കൂട്ടരായിരുന്ന അതേ ഈ യഹൂദന്മാർ പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോൾ 37 വാക്യത്തിൽ അവരുടെ ഭാഷ മാറുകയാണ്. यही जो सुनने वाले यहूदी जो मजाक उड़ा रहे थे पतरस के प्रचार के बाद उनकी भाषा बदल गई, उनके कहने का तरीका बदल गया। ഈ 13 വാക്യം 37 വാക്യത്തിനും ഇടയിലുള്ള പ്രധാന സംഭവം നമുക്കറിയാം, സുവിശേഷമാണ്. ये जो 12वें और 13वें आयत से लेकर 37वीं आयत के बीच में जो हुआ है, हम सुसमाचार कह सकते हैं। ആമേൻ. സുവിശേഷത്തിന്റെ അതേ കേൾവി അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് ഈ രണ്ട് വാക്യത്തിനും ഇടയിൽ നാം ഇന്ന് രാവിലെ ദർശിക്കുന്നത്. सुसमाचार का सुनने से ही उनके हृदय में उनके जीवन में एक परिवर्तन आया, हम यहाँ पे ऐसा देख सकते हैं। നാം വായിക്കുന്നു, നിങ്ങൾ ലഹരി പിടിച്ചവർ എന്ന് പറഞ്ഞവർ 37 വാക്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ആ രീതിയിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. यहाँ पे लिखा है जो 12वें 13वें आयत में वे ऐसा मजाक उड़ा रहे थे कि ये तुम सब नशे में हो, और यहाँ पे हम 37वीं आयत में देख सकते हैं कि हम प्रियो क्या करें, कि भाषा बदल गई। ദൈവസഭയ്ക്ക് വിരോധമായി വിരൽ ചൂണ്ടിയിരുന്ന 13 വാക്യത്തിലെ യഹൂദന്മാർ 37 വാക്യത്തിൽ അവർ യഹൂദന്മാർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ട് അവരിലേക്ക് വിരൽ ചൂണ്ടാൻ ആരംഭിക്കുകയാണ്. यहाँ पे हम देख सकते हैं 12वें और 13वें आयत में दूसरों पर प्रेरितों पे उंगली उठाने वाले यहूदी लोग जो प्रचार के बाद हम देख सकते हैं उनका परिवर्तन हो गया। वो अपने आप पे उंगली उठा रहे कि हम क्या करें। കണ്ടോ? സുവിശേഷം ലോകത്തിൽ വരുന്ന മാറ്റമാണ് ഇന്ന് രാവിലെ നമ്മുടെ ചർച്ചാ വിഷയം. आज की हमारा विषय ये है कि सुसमाचार सुनने के बाद जो परिवर्तन जो दिखता है उसके बारे में आज हम लोग पढ़ने जा रहे हैं। യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ സന്ദേശം ജെറുസലേമിന്റെ മണ്ണിലെ യഹൂദന്മാരുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തിയെങ്കിൽ ഈ സന്ദേശമാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ സന്ദേശമായ സുവിശേഷം. पहले प्रचार में यीशु मसीह की पुनरुत्थान का विषय प्रचार सुनकर यहूदी लोग चकित हो गए, वो विश्वास में आए। अब यही संदेश, यही सुसमाचार कई दशकों से, कई सालों से प्रियो यहाँ पे हम लोग प्रचार कर रहे हैं। ആമേൻ. അന്യഭാഷ പറഞ്ഞിരുന്ന ആരാധിച്ചിരുന്ന യഹൂദനും കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് വളരെ വിദൂരതയിൽ നിന്ന് വിരൽ ചൂണ്ടുന്ന യഹൂദന്മാർ 37 വാക്യത്തിൽ സുവിശേഷത്തിന്റെ ശബ്ദം കേട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ ഹല്ലേലൂയ, സഹോദരന്മാരെ, ഹല്ലേലൂയ, ആ വാക്കിന്റെ പ്രയോഗം കണ്ടു. ഞങ്ങളും വായിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ മുഴങ്കാലും അടക്കുന്ന ഒരു കൂട്ടരായി യഹൂദന്മാർ മാറുകയാണ്. सुनने वाले यहूदी लोग थे, वो प्रचार से पहले ये उठा रहे थे, ये मजाक उड़ा रहे थे, बल्कि हम देख सकते हैं प्रचार के बाद वो अपने आप में उंगली उठा रहे हैं, पूछ रहे हैं, भाई हम क्या करें। സുവിശേഷം ജനത്തിന്റെ ഭാഷയെ മാറ്റുന്നു. जो सुसमाचार है वो भीड़ की भाषा को बदलने वाला सुसमाचार। അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ മാറ്റുകയാ. उनके जो हृदय के विचार हैं उसमें वो बदल रहे हैं। അവരുടെ തീരുമാനങ്ങളെ മാറ്റുന്നു. उनके जो निर्णय है वो बदल रहे हैं। സുവിശേഷം ജനത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. सुसमाचार है वो भीड़ के जीवन को बदल देता है। യെരൂശലേമിലെ യഹൂദന്മാർ ഭക്തിയോടെ വന്നിരുന്ന യഹൂദന്മാർ കാര്യം മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കുറവുണ്ട്, ആ കുറവിനെ നമുക്ക് നികത്തണം. यहूदी जो लोग आए थे पर्व मनाने, वे समझ गए कि हमारे जीवन में कुछ कमी है, उस कमी को दूर करने की आवश्यकता है। അവർക്ക് മനസ്സിലായ അവരുടെ ബുദ്ധി ഈ രക്ഷ പ്രാപിപ്പാൻ പര്യാപ്തമല്ല, അവരുടെ കഴിവുകൾ ദൈവസന്നിധിയിൽ പര്യാപ്തമല്ല, അവർ കുറവുള്ളവരാണ്, അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ബലഹീനരാണെന്നുള്ള വലിയ ബോധം
സുവിശേഷം അവരുടെ ഉള്ളിൽ तो നൽകുകയാണ്. समाचार सुनने के बाद उनके हृदय में उनके जीवन में बहुत बड़ा परिवर्तन आया कि हमारी जो बुद्धि है, हमारा जो शारीरिक बल है, हमारी जो बुद्धिमत्ता है, ये सब हमें स्वर्ग के राज्य में नहीं ले जाएगी, हमारे जीवन को बदलने में कुछ काम नहीं आएगी। ആമേൻ. നിങ്ങൾ ലഹരി പിടിച്ചവർ എന്ന് പറഞ്ഞ് പരിഹസിച്ചവരോട് പറയുന്നു, ചോദ്യം കേട്ടോ, ഞങ്ങൾ എന്ത് ചെയ്യണം? यहाँ पे देख सकते हैं कि अनुमान लगाकर मजाक उड़ाने वाले जो कह रहे थे कि तुम नशे में हो, वो कह रहे हैं कि हम क्या करें प्रियो। തൊട്ട് താഴത്തെ വാക്യങ്ങളിൽ പറയുന്നത്, പത്രോസിന്റെ വാക്കിൽ നമുക്കറിയാം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മ നിറവ് പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസഭയോട് ചേരണമെന്നുള്ള ആ വലിയ ആത്മിക സത്യം ജനത്തോട് തുറന്നു പറയുകയാണ്. जब भीड़ पूछती है कि हम क्या करें, तो पतरस खड़े होकर इस बात को कहता है कि मन फिराकर वो कलीसिया में जुड़कर बपतिस्मा लेकर उस परमेश्वर के प्रेम में बंधे रहने के बारे में पतरस यहाँ पे एक सत्य को बताता है। ഈ സത്യം തുറന്നു ആമേൻ അവർ ഗ്രഹിച്ചപ്പോൾ വായിക്കുന്നു, 3000 പേർ ദൈവസഭയോട് जब ചേരുകയാണ്. भीड़ ने इस सत्य को अपने अंदर स्वीकार किया, तो हम पढ़ते हैं 3000 लोग बपतिस्मा लेकर कलीसिया में जुड़ गए। നമുക്കറിയാം, സുവിശേഷം ജനത്തിന്റെ വിചാരങ്ങളെ മാറ്റിമറിക്കുന്നു. हम देख सकते हैं जो सुसमाचार है वो भीड़ की, उन लोगों के निर्णयों को बदलने वाला एक നമ്മുടെ संदेश है। കാർഡിയ നമ്മുടെ തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്ന ഏക സന്ദേശം സുവിശേഷ സന്ദേശമാണ്. हमारा हृदय, हमारे निर्णयों को बदलने वाला, एक हृदय परिवर्तन करने वाला एक संदेश है सुसमाचार। പരിഹാസികളെ ദൈവസഭയുടെ ഭാഗമാക്കി മാറ്റിയ സുവിശേഷം, मजाक उड़ाने वालों को कलीसिया का भाग करने वाली एक संदेश है सुसमाचार। ദൈവസഭയ്ക്ക് വിരോധമായി വിരൽ ചൂണ്ടുന്നവരെ ഞങ്ങൾ പാപികളാണ്, കുറവുള്ളവരാണെന്നുള്ള ബോധ്യം വരുത്തിയ സുവിശേഷം. जो लोग उंगली उठाने वाले लोग थे, मजाक उड़ाने वाले लोग थे, ठट्टा करने वाले लोग थे, वे कलीसिया का भाग हो गए कि ये सोच के कि हम में कुछ कमी है। ഞങ്ങൾ ഭക്തർ, മോശയുടെ ന്യായപ്രമാണം ആചരിക്കുന്നവർ, ഞങ്ങൾക്ക് യെരൂശലേമിൽ ദേവാലയം പുരോഹിതന്മാരും ഉണ്ടെന്ന് അഹങ്കരിച്ച് അഭിമാനിച്ചിരുന്ന ആളുകൾ പറയുന്നു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? घमंड से भरे हुए यहूदी लोग जो कहते थे कि हमारे पास व्यवस्था है, हमारे पास मंदिर है, हमारे पास अलग अलग चीजें हैं, और वे अब कह रहे हैं कि हम प्रियो क्या करें। ശ്രദ്ധിക്കണം ദൈവദാസന്മാരെ, ഹല്ലേലൂയ. ഈ സുവിശേഷമാണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. प्रियो, ये बात को ध्यान रहे कि ये सुसमाचार परमेश्वर ने हमें दिया है। അതുകൊണ്ടാണ് നമ്മൾ ലജ്ജ കൂടാതെ, ഭയമില്ലാതെ, വിശ്രമിക്കാതെ ഈ സന്ദേശവുമായി നമ്മൾ ഓടി നടക്കുന്നത്. यही कारण है कि हम प्रियो बिना किसी भय के, धैर्य के साथ इस चीज का प्रचार करते हैं। നമുക്കറിയാം, ഇന്ന് പരിഹസിക്കുന്നവർ നാളെ ദൈവസഭയുടെ ഭാഗമായി മാറും. हम पढ़ते हैं जो आज मजाक उड़ाएंगे वो कल कलीसिया का भाग हो जाएंगे। ഇന്ന് കല്ലെറിയുന്നവർ നാളെ ദൈവസഭയിലെ ശ്രേഷ്ഠന്മാരായി മാറും. आज जो पत्थर फेंकने वाले हैं वे कल कलीसिया के भाग हो जाएंगे। നമ്മളിൽ അകന്നു നിൽക്കുന്നവർ നാളെ നമ്മോട് കൂടെ സഹോദരന്മാരെ എന്ന് വിളിച്ചു കൂടെ നടക്കും. जो हमसे दूरी बनाए रखते हैं वे कल हमारे साथ एक भाई जैसा भी बर्ताव करेंगे। 120 എന്നുള്ള സംഖ്യ 3000 മാറും. जो 120 जो जनसंख्या है, जो जिन्होंने आत्मा पाया हुआ है, वो 3000 के रूप में बदल जाएंगे। പത്രോസിന്റെ പ്രസംഗം നിമിത്തം വന്ന മാറ്റമാണ് ഈ 13ാം വാക്യവും 37ാമത്തെ വാക്യത്തിനും ഇടയിൽ നാം കണ്ട മാറ്റങ്ങൾ. ये जो पतरस का प्रचार है, यही कारण है कि 13वां अध्याय से लेकर 37वें अध्याय के बीच जो परिवर्तन हुआ है, ये इसका मुख्य कारण है पतरस का प्रचार। 13ാം വാക്യത്തിനും 37ാമത്തെ വാക്യത്തിനും ഇടയിൽ സുവിശേഷ സത്യം വിളിച്ചു പറയുന്ന പത്രോസും കൂട്ടരും. 14वें आयत से 13वें आयत से लेकर 37वें आयत के मध्य में हम देख सकते हैं कि चेले और पतरस खड़े होकर इस चीज का प्रचार कर रहे हैं। സുവിശേഷം ആമേൻ ചരിത്രത്തെ മാറ്റിമറിക്കുന്നു. ये जो सुसमाचार है, ये इतिहास को बदलने वाला सुसमाचार है। ആമേൻ ആളുകളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നു. लोगों के स्वभावों को बदलने वाला एक संदेश। പട്ടണങ്ങളെയും ഗ്രാമത്തെയും ആമേൻ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. सिंहासनों में और गांवों में, अलग अलग शहरों में बदलने वाला एक संदेश है सुसमाचार। ഹല്ലേലൂയ. हालेलुया। നമുക്കറിയാം, ആമേൻ മോശയുടെ ന്യായപ്രമാണം ലഭിച്ച സീനായി മലയിൽ നിന്ന് ആരംഭിച്ച് നമുക്കറിയാം, അവിടെ വെച്ച് ആരംഭിച്ച ഈ ഇസ്രായേലിന്റെ അതെ ഭക്തിയുടെ ദിനങ്ങൾ, അതിനുശേഷം ദീർഘ നൂറ്റാണ്ടുകൾ അവർ ന്യായപ്രമാണത്തിന്റെ അവർ അനുസരിച്ച് നടന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നാം വായിക്കുന്നു, സ്ഥിതികൾ മാറുകയാണ്. സുവിശേഷം എന്ന മറ്റൊരു സന്ദേശം അവരെ
ദൈവസഭയിലേക്ക് നടത്തുകയാണ്. सीनाई पर्वत के ऊपर खड़े होकर मूसा ने जो व्यवस्था दी थी, तब से लेकर इजरायलियों के जो मन में, उनके हृदय में जो भक्ति थी, वो यहाँ पे हम देख सकते हैं कि 37वें आयत में पूछ रहे हैं कि प्रियो हम क्या करें। उन्होंने बपतिस्मा लेकर कलीसिया का वो भाग हो गए। ശ്രദ്ധിക്കണമേ, ആളുകൾ ദൈവസഭയിൽ കൂടുവാൻ തുടങ്ങി. हम देख सकते हैं भीड़ कलीसिया में आ गई। അവർ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? वो पूछ रहे हैं कि हम क्या करें। സുവിശേഷത്തിന്റെ മർമ്മങ്ങൾ കേൾക്കുമ്പോൾ അവർക്കറിയാം, ഞങ്ങൾ ചെയ്യുന്ന എല്ലാം, ഇതുവരെ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒന്നും രക്ഷ പ്രാപിപ്പാൻ പര്യാപ്തമല്ലെന്ന് ബോധ്യമാകുമ്പോൾ മാനസാന്തരത്തിന് വേണ്ടി ഹൃദയം നുറുങ്ങി ആളുകൾ ദൈവസഭയിലേക്ക് हम വരികയാണ്. यहाँ देख सकते हैं जो लोग जो कलीसिया का भाग हो गए, वे सब समझ गए थे कि हम जो कर रहे थे, हम जो कर रहे हैं, वे सब हमारे उद्धार के लिए कुछ भी लाभदायक नहीं है। वो उनका हृदय छिद गया और वे बपतिस्मा लेकर कलीसिया का भाग हो गए। ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആയിരിക്കും റായ്ബറേലിയിലും വിരോധങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് സന്തോഷത്തോടെ പറയുവാൻ ഞങ്ങൾക്ക് രാവിലെ സന്ദേശമുണ്ട്. ഓരോ ദിവസവും പുതിയ ആളുകൾ കർത്താവിനെ സ്വീകരിക്കുന്നു. एक तरफ हम देखते हैं सताव उत्तर प्रदेश की भूमि में बहुत है, लेकिन दूसरी तरफ हम ये कह सकते हैं कि हर दिन एक नए लोग परमेश्वर को जान रहे हैं। ഞങ്ങൾക്ക് പരസ്യമായിട്ട് ആരാധിക്കാൻ അനുവാദമില്ല. ഞങ്ങൾ ഒരുപാട് നാളുകളായി ഞങ്ങൾ ഒരുമിച്ച് കൂടി ആരാധിച്ചിട്ട്. काफी समय हो गया हमें एक साथ आराधना करे हुए। എന്നാലും ഓരോ ദിവസവും ഓരോ ആളുകൾ, ഓരോ കുടുംബങ്ങൾ, ഓരോ വ്യക്തികൾ ദൈവസഭ തിരഞ്ഞ് വരുന്നുണ്ട് റായ്ബറേലിയിൽ. हर दिन अलग अलग कोनों में रायबरेली में कोई ना कोई एक परिवार, हर एक जन, कोई ना कोई एक व्यक्ति आके ढूंढ रहा है कलीसिया। അവരുമായി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു, हम उनके लिए प्रार्थना करते हैं, സന്ദേശം കൈമാറുന്നു. उनको हम संदेश देते हैं। ഈ പ്രതികൂല സമയത്തും കർത്താവിനെ ആളുകൾ അറിയുന്നു എന്നുള്ളത് സുവിശേഷത്തിന്റെ വലിയ ശക്തി ഞങ്ങൾക്ക് ഓരോ ദിവസവും മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഈ സുവിശേഷം ആളുകൾ ഹൃദയത്തെ മാറ്റിമറിക്കുന്നു. सताव के मध्य में भी कुछ लोगों के हृदय को परिवर्तन कर रही है ये सुसमाचार। इस बात को दर्शाती है कि सुसमाचार में कितनी शक्ति है। हम इसी सुसमाचार का प्रिय प्रचार करते हैं। പത്രോസിന്റെ അതിർത്തിയുടെ വെളിപ്പെട അതേ ശക്തിയാണ് ദൈവദാസിമാരെ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഈ സുവിശേഷത്തിന്റെ ശക്തി. जो परमेश्वर ने जो सामर्थ पतरस को दिया था प्रिय, वही सामर्थ पतरस के द्वारा परमेश्वर ने हमें और आपको दी है। പരിഹാസികളെ ഓർത്ത് നമ്മൾ യെരൂശലേം വിട്ട് ഓടിപ്പോകുന്നവരല്ല. मजाक उड़ाने वालों के मजाक को सुनकर यरूशलेम से भागने वाले लोग नहीं हम। ഇത്ര വലിയ ജനക്കൂട്ടത്തെ ഭക്തിയില്ലാതെ കണ്ട് നമ്മൾ മനം തളർന്ന് ഈ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് പോകുന്നവരുമല്ല. भीड़ की जो हम देख सकते हैं, वो भीड़ जो है वो बड़े ही मजाक उड़ा रहे थे। उनके मध्य में कोई भक्ति नहीं थी और इस बात को देखकर भागने वाले लोग में से हम नहीं है। ഇതിന്റെ നടുവിലും ധൈര്യത്തോടെ നിന്ന് നമ്മൾ പുനരുദ്ധാനത്തെ സാക്ഷിയാകുകയാണ്. इसके मध्य में खड़े होकर हम उस सुसमाचार के गवाह बन रहे हैं। നിശ്ചയമായും പരിഹാസികൾ ദൈവസഭയുടെ ഭാഗമായി മാറും. हम इस बात को जानते हैं, मजाक उड़ाने वाले बहुत जल्द कलीसिया का भाग हो जाएंगे। അധ്യായത്തിന്റെ ആരംഭത്തിൽ 120 പേരാണെങ്കിൽ അവസാനിക്കുമ്പോൾ അതിന്റെ സംഖ്യ ആയിരങ്ങളായി മാറുകയാണ്. यहाँ पे देख सकते हैं अध्याय की शुरुआत में जो गिनती है वो 120 है, लेकिन अध्याय के अंत में जो गिनती है वो 3000 हो जाती है। നിശ്ചയമായും അത് നമ്മുടെ നാട്ടിലും നമ്മുടെ പട്ടണത്തിലും നമ്മുടെ ഗ്രാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. बहुत जल्द हमारे गांव में, हमारे शहर में, हमारे आस पड़ोस के जगहों में होने वाली है। ഏതെങ്കിലും രീതിയിൽ സുവിശേഷ നിമിത്തം ഭാരപ്പെടുന്ന അല്ലെങ്കിൽ ഞെരുക്കം അനുഭവിക്കുന്ന, എന്തുകൊണ്ട് ആളുകൾ രക്ഷിക്കപ്പെടുന്നില്ല, ശുശ്രൂഷയിൽ എന്തുകൊണ്ട് ഒരു വിജയം ലഭിക്കുന്നില്ല എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഈ സന്ദേശം ഒരു ഉണർവായി മാറട്ടെ, ഒരു ബലമായി മാറട്ടെ. യെരൂശലേമിലെ പരിഹാസികൾ ദൈവസഭയുടെ ഭാഗമായി മാറി. जो लोग आज शारीरिक तौर से और आत्मिक तौर से ठंडे हैं, जो ये सोच रहे हैं कि मेरे जीवन में क्या हो रहा है, प्रिय सुसमाचार आपके लिए एक बेदारी का कार्य करने पाए। ശ്രദ്ധിക്കണമേ, പരിഹാസികൾ സഹോദരന്മാരെ എന്ന് വിളിക്കുന്നു. यहाँ पे देख सकते हैं मजाक उड़ाने वाले जो अभी भाई बुला रहे हैं। വിരോധമായി വിരൽ ചൂണ്ടിയവർ തങ്ങളോട് പറയുന്നു, ഞങ്ങൾ ഏതുമില്ല, ഞങ്ങൾക്ക് രക്ഷയുടെ വഴി പറഞ്ഞു തരിക. उंगली उठाने वाले अब कह रहे हैं सुसमाचार सुनने के बाद कि प्रिय हमें क्या करना चाहिए, खुद के मनों को छिद गए। വായിച്ച വാക്യം ഇങ്ങനെ വായിച്ച് അവസാനിപ്പിക്കുക. സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ये आयत को अंत में इस प्रकार लिखा है, भाइयों हम क्या करें, ഞങ്ങൾ എന്ത് ചെയ്യണം? हम क्या करें।
ഞങ്ങൾ എന്ത് ചെയ്യണം? हमें क्या करना चाहिए? അവൻ നിങ്ങൾ ചെയ്തവർ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടിയവർ, ഹല്ലേലൂയ. അവ അല്ലെങ്കിൽ ഞങ്ങൾ ഭക്തിയുള്ളവർ എന്ന് പറഞ്ഞ് അവരുടെ ഭക്തിയെ കുറിച്ച് അഹങ്കരിച്ചിരുന്നു. ഇപ്പോൾ പറയുന്നു ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? तुम जो कर रहे हो, तुम जो ये कर रहे हो, इस बात का अनुमान लगाने वाले, मजाक उड़ाने वाले लोग अब कह रहे कि प्रियो हमें क्या करना चाहिए, हमें क्या करना चाहिए, हमें हम भक्त थे। वो ऐसा कह रहे थे कि हम भक्ति, हम घमंड के तौर पे वे अपने आप को ले रहे थे। ആമേൻ. ഇന്ന് രാവിലെ ആമേൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ആമേൻ പൂർണ്ണ ധൈര്യത്തോടെ നമുക്ക് പറയാം, ഈ സന്ദേശം എന്റെ ആയുസ് മുഴുവൻ ഞാൻ പ്രസംഗിക്കും. हमें इस वचन को सुनने के बाद प्रियो बिना किसी भय के, बिना किसी धैर्य के साथ प्रियो हम कहें कि ये सुसमाचार का हम प्रचार करेंगे, ലജ്ജയില്ലാതെ നാം പ്രസംഗിക്കും. बिना किसी शर्म के इस चीज का प्रचार करेंगे। നമുക്കറിയാം പരിഹാസികൾ ദൈവസഭയുടെ ഭാഗമായി മാറും. हम देख सकते हैं जो मजाक उड़ाने वाले लोग कलीसिया का भाग बन जाएंगे, ഉപദ്രവികൾ ദൈവസഭയുടെ പ്രാസംഗികരായി മാറും. सताव करने वाले लोग इस वचन का प्रचार करेंगे। നമ്മുടെ സംഖ്യ ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. हमारी जो संख्या है वो बढ़ने पाए, പെരുകിക്കൊണ്ടിരിക്കുകയാണ്. बढ़ रहा है। ഓരോ ദിവസവും നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. हम हर दिन इस चीज को हम देखते हैं। നാം ദേശങ്ങളെ പിടിച്ചടക്കും. हम राज्यों को हम अधीन करेंगे, നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യും. अद्भुत कार्य करेंगे। യെരൂശലേമിൽ ആ കാര്യം നടന്നെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ നടക്കും. यरूशलेम में अगर वो चीज हुई तो ये भारत में भी होगी, ഉത്തർപ്രദേശിൽ സംഭവിക്കും, उत्तर प्रदेश में भी होगी, ബോംബെയിൽ അത് സംഭവിക്കും, बॉम्बे में होगी, നാം ഇരിക്കുന്ന പട്ടണങ്ങളിൽ സംഭവിക്കും. हम जहाँ बैठे हैं वहाँ होगी। ആത്മാവിൽ പറയാമോ വലിയ കൊയ്ത്തിന്റെ ദിനങ്ങളാണ്. कितने लोग कह सकते हैं कि बहुत बड़ी कटनी का समय है। അതിനിടയിൽ നമ്മുടെ കയ്യിലെ സുവിശേഷം ആമേൻ തന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. उसी मध्य में हमारे हाथ में सुसमाचार अपना कार्य कर रही है। ആമേൻ. പരിഹാസികൾ ദൈവസഭയുടെ ഭാഗമായി മാറും. मजाक उड़ाने वाले कलीसिया का भाग हो जाएंगे। ആമേൻ. ഈ ദിനങ്ങളിൽ ദൈവസഭ എണ്ണത്തിൽ പെരുകും. इन दिनों में जो कलीसिया का जो सीमा है वो बढ़ने पाए, നമ്മുടെ സഭയിലെ ആളുകളുടെ എണ്ണം വർദ്ധിക്കും. हमारे कलीसिया के लोग की हमें गिनती बढ़ेगी, നിശ്ചയമായി സംഭവിക്കും. ये होगा। 120 പേരുടെ പാസ്റ്റർ അല്ല, 3000 പേരുടെ പാസ്റ്ററായി പത്രോസ് മാറുകയാ. 120 लोगों का पासबान नहीं बल्कि 3000 लोग के पासबान, 3000 लोग के पासबान के रूप में बदल रहा है पतरस। പിന്നീട് വായിക്കുന്നു അത് എണ്ണം പെരുകി വരികയാ. फिर हम देख सकते हैं कि वो गिनती बढ़ती जा रही थी, അവർ ഓടി നടന്ന് പ്രസംഗിക്കുകയാ. वे भागते हुए प्रचार करने वाले നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. हमारे जीवन में होने वाला है। ആമേൻ. നാം അത് കാണും. हम उसे देखेंगे प्रियो। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। പരിഹാസികൾ ദൈവസഭയുടെ ഭാഗമായി മാറുകയാ. मजाक उड़ाने वाले लोग कलीसिया का भाग हो जाएंगे। ആമേൻ. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യെരൂശലേമിൽ. बहुत बड़ी अद्भुत कार्य यरूशलेम में होने पाए। സുവിശേഷം ആളുകളുടെ തീരുമാനത്തെ മാറ്റുന്നു. सुसमाचार जो है लोगों के निर्णयों को बदलने वाला सुसमाचार। സുവിശേഷം വിരോധമായി വിരൽ ചൂണ്ടിയവരെ അനുകൂലികളാക്കി മാറ്റുകയാണ്. समाचार जो है वे लोगों के हृदय को परिवर्तन करके उनको कलीसिया में जुड़ने वाला एक संदेश है। നിങ്ങൾ എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഞങ്ങൾ എന്ന് പറയാൻ ആരംഭിക്കുകയാണ്. तुम करके मजाक उड़ाने वाले लोग अभी हम क्या करें ऐसा बोल रहे हैं। ആമേൻ. സുവിശേഷം ജനത്തിന്റെ ഹൃദയത്തെ മാറ്റിമറിക്കുന്നു. समाचार जो है हृदय को परिवर्तन करने वाला संदेश है। ഈ സന്ദേശം ആളുകളെ മാറ്റിമറിക്കുന്നു. ये संदेश लोगों के हृदय को बदलने वाला संदेश है। ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे, ധൈര്യമായി സുവിശേഷം പ്രസംഗിക്കാം. धैर्य के साथ इस चीज का प्रचार करें। God bless you all. परमेश्वर आपको सहायता ആമേൻ. करे। आमीन। ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കേൾപ്പിച്ച് നല്ല ആലോചനയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വചനത്താൽ കർത്താവിൻ്റെ ദാസനെ ശക്തമായി കർത്താവ് എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി കർത്താവിൻ്റെ ദാസൻ നമ്മളെ കേൾപ്പിച്ചുവല്ലോ. സുവിശേഷം ജനത്തിന്റെ ഹൃദയ വിചാരങ്ങളെ മാറ്റിമറിക്കുന്നു, അവരുടെ ഭാഷകളെ മാറ്റിമറിക്കുന്നു. ഇത് നമ്മുടെയൊക്കെയും ജീവിതത്തിലുള്ളതാണ്. നമ്മളെ പരിഹസിക്കുന്നവർ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ആ പരിഹസിക്കുന്നവരുടെ മധ്യത്തിലും ഹല്ലേലൂയ ഹല്ലേലൂയ അവരെ കർത്താവിലേക്ക് ചേർക്കുവാൻ നമ്മുടെ സുവിശേഷം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 120 പേടി കൂടിയിരുന്നത് സുവിശേഷം 10,000ങ്ങളിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സുവിശേഷത്തിനും ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കും.